and it will be given to you. Seek, and you will find. Knock, and the door will be opened to you. Matthew chapter 7, verse 7. We begin with the sign of the cross. In the name of the Father, and of the Son, and of the Holy Spirit. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മയോട്ട് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയുമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയലിലെ ഉദരഫലമായ നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമർത്തമറിയുമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തിലും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. തലകളെ വണക്കി ഒരു സെക്കൻഡ് പ്രാർത്ഥിക്കാം. യേശു എന്ന ഏകനായി ഉയർത്തെഴുന്നേറ്റ ജീവിക്കുന്ന ദൈവമേ, നിന്റെ വിശുദ്ധ നാമത്തില് എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 9:30 ആരംഭിക്കുന്നതായ ഈ പ്രാർത്ഥനാ യോഗം നീ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൈവീക മിഷന്റെ കീഴില് ഞങ്ങൾ നടത്തുവാൻ ഇന്ന് അനുവദിച്ച കൃപയോർത്ത് സ്തുതിക്കുന്നു. ഇതില് സംബന്ധിക്കുന്ന മക്കള്, ഇത് കേൾക്കുന്നവര്, ഇതിൽ ധ്യാനിക്കുന്നവര്, ചെയ്യുന്ന പ്രവർത്തനങ്ങളെ മേഖലകളിലുള്ള ജോലിക്കാര്, അന്തേവാസികള്, സഹായിക്കുന്നവര് എല്ലാവരെയും അനുഗ്രഹിക്കുകയും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നിന്റെ വചനത്താൽ കർത്താവെ അനേകരെ സുഖപ്പെടുകയും ആശ്വാസപ്പെടുകയും ദൈവം തമ്പുരാനെ നിത്യരക്ഷയായ നിന്നെ കണ്ടെത്തുകയും ചെയ്യട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ. Open my eyes so that I may see the wonderful truth in your law. Psalms 121. I look to the mountains, where will my help come from? My help will come from the Lord who made heaven and earth. He will not let you fall. Your protector is always awake. The protector of Israel never dozes or sleeps. The Lord will guard you. He is by your side to protect you. The sun will not hurt you during the day, nor the moon during the night. The Lord will protect you from all danger. He will keep you safe. He will protect you as you come and go, now and forever. Amen. This is the word of the God. Thanks be to the Lord. As the deer panteth for the water, so my soul longeth after thee. You alone are my heart's desire, and I long to worship thee. You alone are my strength, my shield. To you alone may my spirit yield. You alone are my heart's desire, and I long to worship thee. You're my friend and you are my brother, even though you are a king. I love you more than any other, so much more than anything. You alone are my strength, my shield. To you alone may my spirit yield. You alone are my
ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Psalms 91. അത്യുന്നതന്റെ മറയിൽ വസിക്കുകയും സർവശക്തനിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ ചിറകിൽ നീ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാവുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇട്ടു സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തു വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എന്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസ്തവമാക്കിയിരിക്കുന്നു. ഒരു അനർത്ഥവും നിനക്ക് ബാധിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കല്ലിൽ തട്ടിപ്പാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേൽ മണയിന്മേൽ നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെ നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവൻ തൃപ്തി വരുത്തും. എന്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, യോഗ്യമാകുന്നു പറയും. Gracious God, we pray for the work and service of the Vishuddha Mariam Reader for elderly and sick people, and for those carers, workers, and volunteers who look after the residents and the charity organization. And thank you to the many people who supported the charity financially and provided other supportive services to help the Mariam Reader. We pray for all the residents and those who find their lives painful, lonely, or uncertain, especially those who are ill or vulnerable. Help them to sense your comfort in times of need and bless their families and carers. We pray for all those who are struggling in their lives. Bring them a hope of an end to their sufferings and a resolution of their difficulties. Show us the best way to help those who suffer, without being intrusive, but without simply turning away from their pain either. Help us all to spread the warmth of your love to everyone we meet, and help us to welcome all who come to the charity organization, no matter what their background, outlook on life, or outward appearance. We submit our palliative care home and associated chapel in our prayers for easy and fast success. May God bless all of us. Amen. There shall be showers of blessing, precious reviving again, over the hills and the valleys, sound of abundance of rain. Showers of blessing, showers of blessings we need. Mercy drops round us are falling, but for the showers we plead. ബാർക്കുമോർ ഇതിനിടയ്ക്ക് തൻ്റെ ശിഷ്യന്മാർ തന്നോട്, ഞങ്ങളുടെ ഗുരു ഭക്ഷണം കഴിച്ചാലും എന്ന് പറഞ്ഞു. താൻ അവരോട്, നിങ്ങൾ അറിയാത്തതായ ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് ഭക്ഷിപ്പാൻ ആരെങ്കിലും വല്ലതും കൊണ്ടുവന്നിരിക്കാമെന്ന് ശിഷ്യന്മാർ പരസ്പരം പറഞ്ഞു. യേശു അവരോട്, എൻ്റെ ഭക്ഷണം എന്നത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ഞാൻ ചെയ്ത് തൻ്റെ പ്രവൃത്തിയെ പൂർത്തിയാക്കുക എന്നതാകുന്നു. 4 മാസം കഴിഞ്ഞ് കൊയ്ത്തു വരും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇതാ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി പണ്ടേ തന്നെ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്ന വയലുകൾ കാണുവീൻ. കൊയ്യുന്നവൻ കൂലി പ്രാപിക്കും, നിത്യജീവനിലേക്ക് ഫലങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും. വിതയ്ക്കുന്നത് ഒരുവൻ, കൊയ്യുന്നത് മറ്റൊരുവൻ എന്നത് ഇവിടെ സത്യവചനമാകുന്നു. നിങ്ങളതിൽ പണി ചെയ്യാതിരുന്നത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചു. എന്തെന്നാൽ പണിയെടുത്തത് മറ്റുള്ളവർ, നിങ്ങളോ അവരുടെ അധ്വാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ. യേശുവേ എന്ന ജീവന്റെ നീറുകയായുള്ളവേ, ഇന്ന് ഈ രാത്രിയുടെ യാമത്തില് നിന്റെ തിരുവായ് മൊഴി ഞങ്ങൾ കേൾക്കുകയും അങ്ങനെ ഞങ്ങളിലെല്ലാം ജീവന്റെ നീറുക നിത്യതയിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനം
നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ നടത്തുന്നു. ഇന്നത്തെ ദൈവ വചന ചിന്തയ്ക്ക് നമ്മൾ വായിച്ചു കേട്ട ദൈവവചനം യോഹന്നാന്റെ സുവിശേഷം 4:34 എൻ്റെ ആഹാരമോ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് ആണ്. മൈ ഫുഡ് ഈസ് ടു ഡു ദ വിൽ ഓഫ് ഹിം ഹൂ സെൻഡ് മീ ആൻഡ് ഫിനിഷ് ഹിസ് വർക്ക്. ഈ വചനം കേൾക്കുന്നവരും കേൾക്കാനിരിക്കുന്നവരും, ദൈവമേ യേശു ക്രിസ്തുവേ, നീ സമറിയാക്കാരിയ സ്ത്രീയുടെ ദാഹം തീർത്ത പ്രകാരം നിത്യതയുടെ ജീവനീറവ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മുഖത്ത് നിന്ന് കേൾക്കുകയും നീ എന്നെ ലോകരക്ഷിതാവായി എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരനുഭവം ഉണ്ടാകട്ടെ. ദൈവവചന പ്രകാരം കോണ്ടെക്സ്റ്റ് ഇങ്ങനെയായിരുന്നു. യേശുവും ശിഷ്യന്മാരും നടന്ന് ക്ഷീണിച്ച് വിശന്ന് യാക്കോവിന്റെ കിണറിനരികില് സമറിയ പട്ടണത്തിൽ ചെന്നിരിക്കുകയാണ്. മധ്യാഹ്ന സമയത്ത് വെള്ളം കോരുവാൻ സമറിയക്കാരി സ്ത്രീ വന്നപ്പോൾ യേശുവിനെ മാത്രം കാണുകയാണ്. ശിഷ്യന്മാർ ആഹാരം വാങ്ങിക്കുവാൻ പട്ടണത്തിലേക്ക് പോയി എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശു ഈ സമറിയക്കാരി സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് വെള്ളം തരുമോ എന്ന്. അപ്പോഴേ സമറിയക്കാരി സ്ത്രീക്കറിയാം, യഹൂദന്മാരുമായിട്ട് സമറിയക്കാര് സമ്പർക്കമില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നീ ചോദിക്കുന്നതെന്ന്. സമറിയക്കാരി സ്ത്രീ ചോദിക്കുന്നത്, നീ ആരാണ്? അതിന് യേശു ഉത്തരം പറയുന്നത്, അതായത് ഒരിക്കലും ദാഹിക്കാതെ ഇരിക്കുന്ന നിത്യജീവങ്കിലേക്ക് ഒഴുകുന്ന വെള്ളം കൊടുക്കുന്ന ജീവിക്കുന്ന ദൈവം എന്നത്രേ 26-ാം വാക്യം പറയുന്നത്. ഐ ആം ദി ലിവിങ് ഗോഡ് മെസ്സിയ എന്ന യേശു സമറിയക്കാരി സ്ത്രീയോട് പറയുകയാണ്. നീ കോരുന്ന വെള്ളം കുടിക്കുന്നവൻ എല്ലായ്പ്പോഴും ദാഹിക്കും, ഞാൻ കൊടുക്കുന്ന വെള്ളമോ കൊടുക്കുന്നവൻ ഒരു നാളും ദാഹിക്കുകയുമില്ല എന്നാണ് യേശു സ്ത്രീയോട് പറയുന്നത്. അപ്പോഴേ യേശു അവരോട് പറയുന്നുണ്ട്, നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരുവാൻ. അപ്പോഴവർ തുറന്നു പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഒരുപക്ഷെ മരിച്ചതായിരിക്കാം, വേർപെട്ടതായിരിക്കാം, ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല എന്ന്. ഈ സ്ത്രീയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവിതത്തിന്റെ ആദിയോടന്തത്തെ പറ്റി ഒരു വചനപ്രകാരം ധാരാളം അവനൊരു മൈക്രോസ്കോപ്പിൽ കൂടി ജീവിതത്തിന്റെ ആരംഭം മുതൽ കാണുന്ന ഒരു ദൈവത്തെ സമറിയക്കാരി സ്ത്രീയാണ്. ഇത് കേട്ടതുകൊണ്ട് അവൾ ഓടുകയാണ്. സമറിയ പട്ടണത്തിൽ ചെന്ന് ഈ വലിയ ദൂത് അറിയിക്കുകയാണ്, ഇതാ ഞാൻ മെസ്സിയായെ കണ്ടു, പ്രവചന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന രക്ഷകൻ ഇവനാണെന്ന് പറയുകയാണ്. അവരെല്ലാം യേശുവിന്റെ അടുക്കൽ വന്നു, അവർ വചനം കേട്ടു. 41-ാം വാക്യം പറയുന്നത്, അവന്റെ വചനം കേട്ടതുകൊണ്ട് അനേകര് ഈ ലോകരക്ഷയിൽ വിശ്വസിച്ചു എന്നാണ്. 42-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ യഥാർത്ഥത്തില് ഇവൻ ലോകരക്ഷിതാവെന്ന് ഈ സ്ത്രീ പറഞ്ഞത് കൊണ്ടല്ല, യേശുവിന്റെ മുമ്പിൽ നിന്ന് വചനം കേട്ടതുകൊണ്ട് അവരെ സ്വീകരിക്കുകയാണ്. ഇവിടെ 3 കാര്യങ്ങൾ ഓർപ്പിക്കുന്നു. ഒന്ന്, നമ്മുടെ ജീവിതത്തിലെല്ലാം ഇൻഡീഡ് യേശു കാണിച്ചു കൊടുത്തു, ഞാൻ ലോകരക്ഷിതാവാണ്. അവൻ നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചുകൊണ്ട് ആ മരണത്താൽ അവന്റെ രക്തത്താൽ നമ്മളെല്ലാം ശുദ്ധീകരണം പ്രാപിക്കുകയും ജീവനീറവ പരിശുദ്ധാത്മാവിനെ അവൻ പെന്തിക്കോസിന്റെ നാളില് ലോക ജനതയ്ക്കായി നമ്മളുടെ മാമോദീസായിൽ കൂടി നമുക്ക് ലഭിച്ചു. അന്ന് മർക്കോസിന്റെ മാളിക മുകളിൽ ഇരുന്ന 120 പേർക്കും അമ്മയോടൊത്ത് ആ ജീവനീറവ ഇറങ്ങി വന്ന് അവരെയെല്ലാം ഉന്മുക്തരാക്കി, പ്രബുദ്ധരാക്കി, നിത്യജീവന്റെ മക്കളാക്കി തീർത്തു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഈ സമറിയക്കാരി സ്ത്രീ പോലെ വെള്ളം കോരാൻ വന്ന സ്ത്രീ തൻ്റെ തൊട്ടിൽ വെച്ചിട്ട് അവളുടെ മുഖ്യ ആവശ്യം വിട്ടിട്ട് നിത്യതയുടെ ആവശ്യത്തിന് വേണ്ടി അവന്റെ വായിൽ നിന്ന് വചനം കേട്ടു, അത് മറ്റുള്ളവർ പറഞ്ഞു. 2, നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഈ നീരുറവയുടെ ശബ്ദം അവന്റെ വായിൽ നിന്ന് കേൾക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്ന വലിയ അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മിഷനെ പറ്റിയെല്ലാം
ഇന്നലെ എഴുതിയത് ഷൈല ആൻറ്റി പറഞ്ഞ പ്രകാരം ഷെയറിങ് ആൻഡ് ടോക്കിംഗ് വിത്ത് ലോട്ട്സ് ഓഫ് പീപ്പിൾ ടു. ഇതിനെപ്പറ്റി മിഷൻ യേശുവിനെ പറ്റി മറ്റുള്ള പറയുകയും അതിനോട് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന അനുഭവം. തോമസ് കുട്ടി അങ്കിള് ഡിട്രോയിറ്റിൽ പറഞ്ഞത് തൻ്റെ ബ്രദറിൻ ലോയോട് പറഞ്ഞു, രൂപ മേടിച്ചിട്ടല്ല, 25,000 റുപ്പീസ് അദ്ദേഹം ഡൊണേറ്റ് ചെയ്തു. ഇതൊരു വചനം പറഞ്ഞതുകൊണ്ട് മാത്രം. ഇത് നമ്മൾ മറ്റുള്ളവരോട് ജീവന്റെ വചനം, യേശുവിനെ പറ്റി, അവന്റെ രക്ഷയെ പറ്റി പറയുകയും അപ്പോൾ അവന്റെ അടുത്ത് വന്ന് അവന്റെ വചനം കേൾക്കുകയും ചെയ്യണം. ലാസ്റ്റ് ഇതിന്റെ റിസൾട്ട് നിത്യതയിലേക്കുള്ളതായ നീറുറവ ഓരോ മക്കളിലും ഉണ്ടാകുമെന്നുള്ളതാണ്. അതായത് യേശു പറഞ്ഞുകൊണ്ട് എൻ്റെ പിതാവിനാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു, ലോകാരംഭം നിങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ട് നിത്യജീവനെ അവകാശമാക്കി കൊള്ളുവീരെന്ന് പറയുന്ന ജീവശബ്ദം കേൾപ്പാൻ ഇടവരും. അത് നിത്യതയിലാണ്. ഈ ലോകത്തും ജീവനീറ ഒഴുകുന്ന പൊങ്ങുന്ന അങ്ങനെ ഓരോ ഹൃദയത്തിൽ നിന്ന് പൊങ്ങുന്ന മക്കളായി തീരുവാൻ അവന്റെ വചനം അവന്റെ വായിൽ നിന്ന് കേൾക്കുകയും അവന്റെ വചനം മറ്റുള്ള പറയുകയും ചെയ്യുമ്പോൾ നമ്മളും നമ്മുടെ തലമുറകളും ധന്യരാകും. എങ്ങനെ സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരിയാൻ വന്നിട്ട് അവരുടേതായ നിത്യത അത്യാവശ്യങ്ങൾ മാറ്റി വെച്ചിട്ട് യേശുവിന്റെ വചനം കേൾക്കുകയും മറ്റുള്ള പറയുകയും ചെയ്യുന്നത് അനേകർ യേശുവിലേക്ക് കടന്നു വരാനും അവരുടെ ജീവിതം കംപ്ലീറ്റ് upside down. A great conversion took place in the life of the woman of Samaritan. ആ പ്രകാരം നമ്മുടെ ജീവിതത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിക്കുന്ന ക്രിസ്തുവേ, ഈ വചനം കേൾക്കുന്നത് മൂലം, കേട്ടത് മൂലം എങ്ങനെ സമരിയക്കാരി സ്ത്രീ കംപ്ലീറ്റ് മാറിയോ, ഇത് കേൾക്കുന്നവരെല്ലാം ആ പ്രകാരമായി തീരട്ടെ. ജീവന്റെ നീരുറവ ഒഴുകുന്ന മക്കളായി ഓരോരുത്തരും നിന്റെ വായിൽ നിന്ന് കേട്ട് ധന്യരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും എല്ലാ മക്കൾക്കും നേരുന്നു. മേ ഗോഡ് ബ്ലസ് യു. പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും ദൈവാത്മാവിൻ നിറഞ്ഞ സഹവാസവും സംബന്ധവും യേശു എന്ന ഏകനായ ദൈവമേ, ജീവനീര ഒഴുകുന്ന നിന്റെ വായിൽ നിന്ന് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ആമീൻ.